അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ റാലിയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ച സിപിഐഎം. പ്രസംഗങ്ങളിൽ അതിരൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. ജി സുധാകരന് പാർലമെന്ററി വ്യാമോഹമെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ വിമർശിച്ചു. ജി സുധാകരൻ വർഗവഞ്ചകനെന്ന മുദ്രാവാക്യമുയർത്തി ആലപ്പുഴ പറവൂരിൽ സിപിഐഎം പ്രകടനം നടത്തി. പുന്നപ്രയിൽ ജി സുധാകരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ ഇന്ന് തിരിഞ്ഞു. സുധാകരൻ പാർട്ടി വിട്ടു. സുധാകരനെ പാർട്ടിയും. ഈ രക്തസാക്ഷികളുടെ ഈ മണ്ണിൽ അദ്ദേഹം ഇവിടെ ഒന്നുമല്ല, അയാള് വെറും വട്ടപൂജ്യം. പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് മുദ്രാവാക്യം വിളിച്ചതാണ്, പക്ഷെ പുള്ളി ഞങ്ങളെ ചതിക്കുമായിരുന്നു. വി എസ് അച്യുതാനന്ദന്റെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലി സുധാകരന്റെ വീടിന് സമീപത്ത് അവസാനിച്ചു. പൊതുയോഗം ജി സുധാകരന്റെ വീടിന് 100 മീറ്റർ അടുത്ത്. വീട്ടിലിരുന്നാൽ എല്ലാം കേൾക്കാം. സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറഞ്ഞതിൽ തുടങ്ങിയ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ വിമർശനങ്ങൾ ഏറെ നീണ്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നിരിക്കുന്ന പാർലമെന്ററി വ്യാമോഹം, ഒരു കമ്മ്യൂണിസ്റ്റിന് ഇങ്ങനെ ഒരു പാർലമെന്ററി വ്യാമോഹത്തിൽ കഴിയുമോ? സുധാകരൻ സഖാവെന്ന് അഭിസംബോധന ചെയ്ത ആർ നാസറിനെ സദസ്സിൽ നിന്ന് അണികൾ തിരുത്തി. ജി സുധാകരൻ ഏറെ എതിർത്ത് എച്ച് സലാമും പ്രസംഗത്തിൽ ആഞ്ഞടിച്ചു. അപ്പൊ അത് ഇന്നലെ എനിക്കൊരു പേരിട്ടു, പൊളിറ്റിക്കൽ ക്രിമിനലാണ് എച്ച് സലാം എന്നൊരു പേര് ഇന്നലെ അദ്ദേഹം കൊടുത്തു എന്നാണ്. ഈ കേരളം അണമുറിയാതെ കരഞ്ഞുകൊണ്ടിരുന്ന ആരാധനായ സഖാവ് വി എസിനെ ഒരു ഘട്ടത്തിൽ ഡ്രാക്കുള എന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചതിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല ശ്രീ സഖാവ് ജി സുധാകരന്റെ നാവിൽ നിന്ന്. ജി സുധാകരനെതിരായ ക്യാമ്പയിനുകളുടെ തുടക്കമാണ് ആലപ്പുഴ ഇന്ന് കണ്ടത്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.